സഹോദരന്മാരെ, സമയപരിമിതി കൊണ്ട് ഞാൻ അല്പം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ജിന്ന് മനുഷ്യനെ ബാധിക്കും, അതുപോലെ സിഹിർ ബാധിക്കും. അത് പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യനെ ബാധിക്കും. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ കാരണങ്ങൾ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാരണങ്ങൾ അറിയുമ്പോഴേ നമ്മൾ ആ കാരണങ്ങൾ ഒഴിഞ്ഞു നിൽക്കുള്ളൂ. അതുകൊണ്ടാണ്. അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് ജിന്നുകൾ ബാധിക്കുന്നത്? ജിന്നുകൾ ചിലപ്പോ ബാധിക്കുന്നത് സ്നേഹം കൊണ്ടായിരിക്കും. അതായത് സ്ത്രീകൾ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന പോലെ, പുരുഷന്മാർ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന പോലെ ജിന്നുകൾ മനുഷ്യരോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടത്തിന് മേൽ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കും. ഒരു കൂട്ടം അതാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ പ്രതികാരം കൊണ്ടാണ്. പ്രതികാരം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അവരുടെ വാസസ്ഥലം നശിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജീവഹാനി വരുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആർക്കും ജീവഹാനി വരുത്തിയിട്ടുണ്ടാവും. അതിന് ഫലമായിട്ട് അവർ പ്രതികരിക്കും. മൂന്നാമതായിട്ട് അവർക്ക് പ്രത്യേക ദേഷ്യമോ ഇഷ്ടവുമായിട്ടല്ല സിഹിർ ബാധ പോലെ, എന്ന് പറഞ്ഞാൽ വേറൊരു വാടക കൊണ്ടുവിട്ട് ഒരാളെ ഉപദ്രവിക്കുന്നത് പോലെ. ആ വാടക കൊണ്ടൊക്കെ ഇയാളോട് പ്രത്യേകിച്ചൊരു ദേഷ്യമോ ഇഷ്ടമോ വെറുപ്പൊന്നുമില്ല, പക്ഷേ വേറൊരാളെ ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് വന്ന് ഉപദ്രവിക്കുന്നത് പോലെ സിഹിർ മൂലം ഒരു സാഹിർ പറഞ്ഞയച്ചിട്ട് ഉപദ്രവിക്കും. അപ്പൊ ഈ മൂന്ന് തരത്തില് ജിന്നുകള് മനുഷ്യനെ ബാധിക്കും. മൂന്ന് കാരണങ്ങൾ കൊണ്ട് ശൈത്താൻ അകത്ത് പ്രവേശിച്ചെന്ന് പറഞ്ഞു. അത് പ്രാമാണികമായി തെളിവെന്താണ്? ഇഷ്ടം, പ്രതികാരം എന്നൊക്കെ. ഇത് ബാധ ഏറ്റ ആളെ ചികിത്സിക്കുമ്പോ ഇതിന് നാവിനോട് സംസാരിക്കുമല്ലോ, അപ്പൊ ചോദിക്കുമ്പോ അതിന് കിട്ടുന്ന പല ആളുകളും എന്തിനാ ഇവന്റെ മേത്ത് കയറി? എനിക്ക് അവനോട് ഇഷ്ടമായിട്ട് കയറിയാണ്. ഇതെന്തിനാ അവന്റെ മേത്ത് കയറി? എന്റെ മേത്തൊന്ന് ചൂടുവെള്ളം ഒഴിച്ച്, ഇറങ്ങിപ്പോണം, ഓന്റെ സ്ഥലത്തല്ലേ ചൂടുവെള്ളം ഒഴിച്ച്, എന്നെ ഓൻ കാണുമോ, ഓട് ഇറങ്ങിപ്പോ എന്ന് പറയും. അപ്പൊ പ്രതികാരം കൊണ്ട് കയറും, സ്നേഹം കൊണ്ട് കയറും എന്നൊക്കെ ജിന്നുകളുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടിയാണ്. ഓല വിവരമ്പിന് ഓലെന്നല്ല പറയാ. ഓലെന്തുകൊണ്ടാ കയറാന്ന് ഓല് പറഞ്ഞാൽ പ്രതികാരമെന്നും ഇഷ്ടമെന്നും. പിന്നെന്താ പറഞ്ഞത്? പിന്നെ സിഹിർ കയറ്റി വിടുക. സിഹിർ എന്ന് പറഞ്ഞാൽ സാഹിർ ഒരു ശൈത്താനെ സ്വാധീനിച്ചിട്ട് വേറൊരാളെ മേലേക്ക് അയക്കാണ്. സാഹിറും ശൈത്താനും തമ്മിലെ കോൺട്രാക്റ്റാ സിഹിർ. സാഹിർ ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാഹിർ ചെയ്യുന്നു. ഖുർആൻ ആയത്തവർ രക്തം കൊണ്ട് എഴുതുക, ഖുർആൻ കൊണ്ട് കക്കൂസിലിടുക, നഊദു ബില്ലാഹ്, അങ്ങനത്തെ പ്രവർത്തനമൊക്കെ ചെയ്ത് ശൈത്താൻ ഇഷ്ടപ്പെടും. പ്രീതിയോധക ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലജ്ജ ഇറക്കിയ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ സീറന്മാർ ചെയ്യുന്നത്. അങ്ങനെ അസ്മാഉൽ സമാത്തിന്റെ കിതാബിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ശൈത്താൻ പ്രീതിപ്പെടും. അതിന് പ്രത്യുപകാരമായിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട ആൾ ഓൻ പോയിട്ട് ഉപദ്രവിക്കും. അതാണ് സിഹിർ. അപ്പൊ സിഹിർ മുഖേന ഒരാൾ ദേഹത്തേക്ക് ശൈത്താനെ കയറ്റിയാല് പിന്നെ ഇറങ്ങിപ്പോണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ സാഹിർ അനുവാദം കൊടുക്കേണ്ടി വരും. ഒന്നിനെ ഇറക്കി വിട്ട വേറൊന്നിനെ കയറ്റും. നിത്യേന സിഹിർ പുതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതതിന്റെ തെളിവ്.